അപ്പൊ എല്ലാവരും ഗാർഡൻ ഏരിയയിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് ജിൻഡോ ഒരു ചെറിയൊരു കൂവൽ, ഇങ്ങനെ ഒരു കൂവൽ കൂവി. അത് റസ്മിൻ ബായിക്ക് ഇഷ്ടപ്പെട്ടില്ല. റസ്മിൻ ബായി അപ്പം തന്നെ കണ്ടന്റ് ഉണ്ടാക്കാൻ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൂരെ തെറി അങ്ങ് പറയുകയാണ്. കോപ്പിലെ പരിപാടി താൻ എന്തോ കോപ്പാടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരിക. പക്ഷെ സത്യം പറഞ്ഞാൽ ജിൻഡോ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം കൂടെ ക്ഷമ ചോദിച്ചേനെ. ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ പെരുമാറിയത് കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാടി ഇങ്ങി വരുന്നേനെ. പക്ഷേ ഇത് ജിൻഡോ അത് മൈൻഡ് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള വീടിലൊന്നും മൈൻഡ് ചെയ്യരുത്, ഓരോരുത്തരുടെ സംസ്കാരം അവർ കാണിക്കുന്നു എന്നേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. റംപിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സംസ്കാരം അവർ കാണിച്ചു, അതിനകത്ത് പ്രതികരിക്കായിരുന്നു ഏറ്റവും നല്ല കാര്യമാണെന്ന് തോന്നുന്നു. ജിൻഡോയെ സംബന്ധിച്ച് എപ്പോഴും പറയുന്നത് അത് നാട്ടുകാർ പ്രതികരിക്കട്ടെ, അല്ല പ്രേക്ഷകർ, കാണുന്ന പ്രേക്ഷകർ വിലയിരുത്തട്ടെ എന്ന് മാത്രമേ ജിൻഡോ എപ്പോഴും പറയുന്നുള്ളൂ. അത് കൃത്യമായ സന്ദേശമാണ് പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്. അത് കൃത്യമായിട്ട് ഇവിടെ നടപ്പിലാകുന്നുമുണ്ട്. റസ്മിനൊക്കെ വിചാരിക്കുന്നത് റസ്മിൻ ഏതാണ് വലിയ സംഭവമാണ്, ഞാനിങ്ങനെ ജിൻഡോയായിട്ട് കൂട്ടി ചോദിച്ചു അടിക്കാനൊക്കെ, ജിൻഡോയെ അടിക്കാനൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട്, കൈയും കെട്ടിയൊക്കെ. ജിൻഡോയെ സത്യം പറഞ്ഞാൽ ഒന്ന് ഊതിയ പറന്നു പോകുന്ന ഈ പേട്ട് പെണ്ണൊക്കെ ജിൻഡോയ്ക്കെതിരെ അടിക്കാനായിട്ട് ചെന്ന് നിൽക്കുക എന്ന് പറയുന്നതേ സത്യം പറഞ്ഞാൽ ഈ കാണുന്ന പ്രേക്ഷകർ വരെ ചിരിച്ചു പോയില്ലേ. ജിൻഡോയെ ജാൻമണിയൊക്കെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ജിൻഡോ ഏതായാലും ആരും തല്ലത്തില്ല. പിന്നെ റസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു സത്യം പറഞ്ഞ ഒരു നേർച്ചക്കോഴിയുടെ അവസ്ഥയാണ് ഈ റസ്മിന്. കാര്യം അടുത്ത ആഴ്ചയോ അതിനടുത്ത ആഴ്ചയോ പോകേണ്ട ഒരു മത്സരാർത്ഥിയാണ്. പ്രത്യേകിച്ച് അതിന് മുമ്പേ പോകേണ്ടതായിരുന്നു. പക്ഷേ ഇത് പവർ ടീമിലൊക്കെ കയറി ഓരോരുത്തരുടെ കൈമണി അടിച്ച് നിന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിൻ്റെ കൈമണി അടിച്ച് പവർ ടീമിൽ കയറിപ്പറ്റി. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പുറത്താകേണ്ട ഒരു വ്യക്തിയായിരുന്നു റസ്മിൻ എന്ന് പറയുന്ന വ്യക്തി. പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും കൊടുക്കില്ല. പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗബ്രിയും ജാസ്മിൻ്റെയും ഇടയിലെ ഒരു പാലമായിട്ട് പ്രവർത്തിക്കുന്നു, അവരുടെ ഇടയിൽ പോയി കിടക്കുന്നു എന്നൊക്കെയുള്ളതാണ്. പിന്നെ പലരുടെയും തോളത്തായിരിക്കും റസ്മിൻ്റെ കൈ, എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. പലരും ചെവി കടിച്ചു പറിക്കുക. പിന്നെ നോറയും ജാസ്മിനും ഗബ്രിയും ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പാലമായിട്ട് കിടക്കുന്നു. പിന്നെ ശ്രീതുവും അർജുനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു പാലമായിട്ട് നിൽക്കുന്നു. അങ്ങനെ പലരുടെയും ബന്ധത്തിൻ്റെ പാലമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് റസ്മിനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എൻ്റെ തോന്നലാകാം കേട്ടോ. പക്ഷെ അല്ലാതെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ പവർ ടീമിൽ കയറിയെന്ന് പറഞ്ഞാൽ ജിൻഡോയുടെ കഴിവുകൊണ്ട് പവർ ടീമിലേക്ക് അവരുടെ ടീമായതുകൊണ്ട് പവർ ടീമിൽ കയറി. കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിൻ ക്യാപ്റ്റനായപ്പം റസ്മിനെ ഏതായാലും നോമിനേറ്റ് ചെയ്തു. അങ്ങനെ നോമിനേറ്റ് ചെയ്ത് കയറി. അങ്ങനെയാണ് ഇത്ര ആഴ്ചയെങ്കിലും പിടിച്ചു നിന്നത്. അപ്പം ആ റസ്മിൻ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഏതാണ് ഭയങ്കര സംഭവമാണ്, പ്രേക്ഷക പിന്തുണയല്ല എനിക്ക് വലിയ ആണ്, ജിൻഡോയാണ് ഈ വീട്ടിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ, ആ ജിൻഡോയെ എതിരിട്ട് കഴിഞ്ഞാൽ എനിക്ക് പ്രേക്ഷക പിന്തുണ കൂടും എന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. തൻ്റെ കൂടെ നിൽക്കുന്ന ജാസ്മിനെ ഗബ്രിക്കും ഒക്കെ നെഗറ്റീവാണെന്നും ആ കൂടെ നിൽക്കുന്ന എനിക്കും ആ നെഗറ്റീവ് വന്നിട്ടുണ്ട് എന്ന് തന്നെ റസ്മിന് മനസ്സിലായില്ല. സാരമില്ല, പുറത്തിറങ്ങുമ്പോൾ ഇതൊക്കെ മനസ്സിലായിക്കോളൂ അല്ലേ. എന്നും അങ്ങനെയല്ലേ, പുറത്തിറങ്ങി കഴിയുമ്പോൾ അല്ലേ ഓരോ പിന്തുണ കണ്ട് ഞെട്ടുന്നേ. അത് തന്നെ ഇവിടെയും സംഭവിക്കട്ടെ. അപ്പം റസ്മിൻ്റെ പൂരത്തെറി അതിന് മറ്റു മത്സരാർത്ഥികളൊന്നും ഒരു രക്ഷ മിണ്ടുന്നില്ല. ജിൻഡോ വല്ലതും ആയിരിക്കണമായിരുന്നു ഞങ്ങളിവിടെ കളിച്ച് മാറിച്ചേനെ അല്ലേ.